നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓരോ മനുഷ്യനും പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചകളും ഉന്നതികളുമാണ് വന്നു ചേരുന്നത്. നമ്മൾ മനസ്സിലെത്തി ഈശ്വരനെ വിളിച്ചപേക്ഷിച്ചു കഴിഞ്ഞാൽ ഏത് നക്ഷത്ര ജാതകരായിക്കൊള്ളട്ടെ, അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈശ്വരൻ്റെ ചൈതന്യം ജീവിതത്തിൽ പൂർണ്ണമായും കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഉറപ്പായും മനസ്സിലിരുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലെ ഏത് വലിയ ആഗ്രഹങ്ങളെയും അതുമല്ലെങ്കിൽ നിങ്ങൾ ഏത് വലിയ പ്രതിസന്ധിയെയും ജീവിതത്തിൽ തരണം ചെയ്ത് മുന്നേറുവാൻ കഴിയുന്നതാണ്. എന്തായാലും പ്രതിസന്ധി ഘട്ടത്തിൽ ഏറ്റവും പെട്ടെന്ന് ദൈവം പ്രസാദിക്കുന്ന കുറേയധികം നക്ഷത്ര ജാതകരുണ്ട്. ആ നക്ഷത്ര ജാതകരെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് പറയാൻ പോകുന്നത്. ആ നക്ഷത്ര ജാതകർ ആരൊക്കെയാണ് എന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പൂർണ്ണമായും പറയുന്നതായിരിക്കും. അതിനു മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജുകൾ അറിയിപ്പിക്കുന്നതാണ്. ജീവിതത്തിൽ അന്നേ ദിവസം നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി നല്ല രീതിയിലുള്ള ഉയർച്ചയും ആഗ്രഹ പൂർത്തീകരണങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ജീവിതത്തിൽ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുവാനും പ്രാർത്ഥന കൊണ്ട് ദൈവം ഏറ്റവും കൂടുതൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ആ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ്റെ ചൈതന്യങ്ങളും ഈശ്വരാനുഗ്രഹങ്ങളും ധാരാളം ലഭിക്കുന്ന നക്ഷത്ര ജാതകരിൽ ഒരു കൂട്ടരാണ്. ഈ നക്ഷത്ര ജാതകർ ഉറപ്പായും നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാതെയും നിങ്ങൾ ഈശ്വരനിൽ പൂർണ്ണമായും അർപ്പിച്ച് നിങ്ങൾ ജീവിക്കുക. നിങ്ങൾക്ക് ഈശ്വര ചൈതന്യങ്ങൾ ധാരാളം ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ സഞ്ചരിക്കുന്ന ആ വേളകളിൽ നിങ്ങൾ ആരെയാണോ ഏറ്റവും കൂടുതൽ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ഏതാണോ ആ ദൈവം നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. അതിനൊരു മുടക്കം വരുത്താതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുവാനും പ്രതിസന്ധികളെ അതിജീവിക്കുവാനുമുള്ള ഒരു മനസ്സും ആരോഗ്യക്ഷമതയും നിങ്ങൾക്ക് ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അത് നമ്മുടെ ഉത്ബോധ മനസ്സിൽ നമുക്ക് അതിനുള്ള ധൈര്യം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമുക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചുള്ളവരും ഭാഗ്യസമ്പന്നമായൊരു നക്ഷത്ര ജാതകരാണ് ഈ കൂട്ടർ. ഈ കൂട്ടർക്ക് ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചയും ധനലാഭങ്ങളും ധനാഭിവൃദ്ധിയും ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങളെ ഈശ്വരൻ ഒരിക്കലും കൈവിടുകയില്ല. നിങ്ങൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾ ഏത് മോശം പിടിച്ച സാഹചര്യത്തിലും മനസ്സിരുത്തി ദൈവത്തെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന പൂർത്തീകരിക്കുന്നതിന് മുമ്പായി തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹ വർഷം നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തും ചൊരിയുന്നതായിരിക്കും. എന്ത് തന്നെയായാലും ആ ഭാഗ്യം നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ വളരെയേറെ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാവുക. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എപ്പോഴും ദൈവത്തെ ചേർത്ത് നിർത്തുമ്പോൾ മാത്രമേ ദൈവം നമ്മളെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പെട്ടെന്ന് പിടിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നമ്മൾ ഈശ്വര കാര്യങ്ങൾക്ക് വേണ്ടി വളരെയധികം പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകുക എന്നുള്ളത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രയാസത്തിലും ഈശ്വരൻ്റെ സംരക്ഷ വലയങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിലെ കൈപിടിച്ചു കൊടുക്കുക തന്നെ ചെയ്തായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ ഏത് വലിയ ദുർഘടം പിടിച്ച വഴിയിലൂടെ സഞ്ചരിച്ചാലും അതുമല്ലെങ്കിൽ മനസ്സിലെ ഏതൊക്കെ വേദനകളുണ്ടെന്ന് പറഞ്ഞാലും ശരി, നിങ്ങളെ ആരൊക്കെ തകർക്കുവാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാലും ശരി, ഈശ്വരൻ്റെ ചൈതന്യവും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങൾക്കും ഒരു അയവുണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് വലിയ ശത്രുവിനെ പോലും നിങ്ങൾക്ക് ഈശ്വര വിശ്വാസം കൊണ്ട് കീഴ്പ്പെടുത്തുവാനും അവനെ പരാജയപ്പെടുത്തുവാനും കഴിയുന്നതായിരിക്കും ഈ ആയില്യം നക്ഷത്ര ജാതകർക്ക്. അതുകൊണ്ട് തന്നെ വളരെയേറെ ഈശ്വര വിശ്വാസത്തോടുകൂടി ഈ നക്ഷത്ര ജാതകർ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സർപ്പക്കാവുകളിൽ പോയി 100 പാലും
സമർപ്പിക്കുക. നാഗരാജാക്കന്മാർക്ക് നാഗരാജ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സകല ശത്രുദോഷങ്ങളും പൂർണ്ണമായും അകലുന്നതായിരിക്കും. നിങ്ങൾക്കെതിരെ ഏതൊരു വ്യക്തി എന്ത് പാപം ചെയ്താലും, നീചമായിട്ടുള്ള പ്രവൃത്തി നിങ്ങൾ തകർക്കുവാൻ വേണ്ടി ചെയ്താലും ശരി, ആ പ്രവൃത്തികളിൽ നിന്നും നിങ്ങൾക്ക് മോചനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഉറപ്പാണ്. ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ ദുരിതങ്ങളോ സങ്കടങ്ങളോ പ്രതിസന്ധികളോ നിങ്ങൾക്ക് ശത്രുവിന്മേൽ നിങ്ങൾക്കുണ്ടാവുകയില്ല. അതിനെല്ലാം കാരണം ഈശ്വരനുമായി ചേർന്ന് നിൽക്കുക, ഈശ്വരനുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറാവുക. അങ്ങനെയുള്ള നക്ഷത്ര ജാതകർക്ക് വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതായി കാണുവാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ പൂരം നക്ഷത്ര ജാതകരാണ്. പൂരം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങളും പ്രതിസന്ധികളും അകന്ന് സന്താന സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി കൊടുത്തുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉള്ളൊരുക്കി നിങ്ങൾ ദൈവത്തെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആരാധിക്കുന്ന മൂർത്തിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മൂർത്തിയുടെ അനുഗ്രഹവർഷം നിങ്ങൾക്ക് ചൊരിയുന്നതായിരിക്കും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അതിനുള്ള പരിഹാര മാർഗങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന മൂർത്തി നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സാമ്പത്തിക നേട്ടങ്ങളും അതുമൂലം വന്നു ചേരുവാനും കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈശ്വര കാര്യങ്ങൾക്ക് ഒരു രീതിയിലുള്ള മുടക്കുകളും നിങ്ങൾ വരുത്തുവാൻ പാടുള്ളതല്ല. ഐശ്വര്യപ്രദമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഉയർച്ചയിലേക്ക് ജീവിതം കെട്ടിപ്പടുത്തി ഉയർത്തുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള ചിത്തിര നക്ഷത്ര ജാതകർ. ഈ നക്ഷത്ര ജാതകർ മറ്റുള്ളവരെ പൂർണ്ണമായും വിശ്വസിക്കുകയും അവർക്ക് വേണ്ടി പൂർണ്ണമായും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ പുറത്ത് തന്നെ വലിയ രീതിയിലുള്ള ശത്രുത ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. ഈ നക്ഷത്രക്കാർ തകരുവാൻ വേണ്ടി മറ്റു വ്യക്തികൾ വലിയ രീതിയിലുള്ള ചെയ്ത്തുകൾ ചെയ്യുവാനുമുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ആത്മാർത്ഥ പ്രിയരായിട്ടുള്ള ഈ നക്ഷത്ര ജാതകർക്ക് അങ്ങനെ കുറച്ച് അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർ ഈ പ്രശ്നങ്ങളെ എല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത് ഈശ്വരൻ്റെ വിശ്വാസം കൊണ്ടും ഈ പ്രാർത്ഥന കൊണ്ടുമാണ് ഈ നക്ഷത്ര ജാതകർ ഈ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ആ കൂട്ടരുറപ്പായും ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. അവർ ആരാധനാമൂർത്തിയെ ദിനവും വിളിച്ചപേക്ഷിക്കുക. രാവിലെ ഉറക്കമെഴുന്നേൽക്കുന്നതിന് മുമ്പും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പും നിങ്ങൾ ഈശ്വരനെ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ഈശ്വരനെ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് നീ എന്നെ കാത്തതിനൊക്കെ നമുക്ക് നന്ദി അർപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരാധനാമൂർത്തിയെ പ്രാർത്ഥിക്കുക. ഉറപ്പായും ഈ നക്ഷത്ര ജാതകർക്ക് വലിയ സംരക്ഷണമാണ് പ്രാർത്ഥനയിലൂടെ വന്നു ചേരുന്നത്. അതുപോലെ തന്നെ അടുത്ത തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. ഈ തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും വലിയ പ്രതിസന്ധികളും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കരകയറുവാൻ കഴിയുന്നതായിരിക്കും. ഈശ്വരനെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് വലിയ തോതിലുള്ള മാറ്റങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ സങ്കടങ്ങളിൽ നിന്നും ഒരു മോചനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. പ്രതിസന്ധിയൊക്കെ അതിജീവിക്കാൻ പ്രാർത്ഥന കൊണ്ട് കഴിയുന്നതായിരിക്കും. നിങ്ങൾ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾക്ക് മേലെ നിങ്ങൾ രണ്ട് കാലും ഭൂമിയിൽ ചവിട്ടി നിങ്ങൾക്ക് നിൽക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈശ്വര വിശ്വാസത്തിൻ്റെ പുറത്തും പ്രാർത്ഥനയുടെ പുറത്തുമാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. ആ വിശ്വാസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുവിന് വിജയം വേണമെങ്കിൽ നിങ്ങളുടെ ആരാധനാമൂർത്തിയുടെ ക്ഷേത്രങ്ങളിൽ പോയി നിങ്ങൾ കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം തന്നെ സർവേഷന് മുമ്പിൽ അർപ്പിക്കുക. ആ സർവേഷൻ അതിനുള്ള പ്രതിവിധികൾ പെട്ടെന്ന് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാവിധമായിട്ടുള്ള നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും. നമുക്ക് എന്ത് നേടണമോ അത് നിങ്ങൾ ദൈവത്തോട് പറയുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ മുൻകൂട്ടി ഒരുക്കി തരുവാൻ ദൈവത്തിന് കഴിയുകയുള്ളൂ. അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിച്ചു കൊണ്ടുവരുന്നത് 1000 പ്രശ്നങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് സർവേഷൻ കൊണ്ടുവരികയും നിങ്ങൾക്കതിനെ മുന്നിലോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയും ചെയ്യുന്നതായിരിക്കും. അതൊക്കെ എടുത്തിട്ടുണ്ട്. അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകരും വളരെയേറെ ഭാഗ്യവാന്മാരാണ്. ഈ നക്ഷത്ര ജാതകർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രാർത്ഥന എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ആ കാര്യം അവർ വിശ്വസിക്കുന്ന ഈശ്വരൻ അവർക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അവർ ആരാധിക്കുന്ന മൂർത്തി അവർക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിലേക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സകലമായിട്ടുള്ള നേട്ടങ്ങൾക്കും എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങൾക്കും ഈശ്വരൻ്റെ ഒരു പങ്ക് വളരെ വലുതാണ്. നമ്മളുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് വന്നു ചേരുമെങ്കിലും ആ പ്രവൃത്തിയിലേക്ക് നമ്മളുടെ മനസ്സുകളെ എത്തിക്കുവാനും അതിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവുകളെ ഒഴിവാക്കുവാനും ഈശ്വര പ്രാർത്ഥന കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. പൂർണ്ണമായിട്ടുള്ള മൂർത്തി ആരാധനകൾ കൊണ്ടൊക്കെ നമുക്ക് കഴിയുകയുള്ളൂ.
കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈശ്വരനിൽ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധമായ തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നേറുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നതായിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ നക്ഷത്ര ജാതകർക്കും ഈശ്വരനെ പെട്ടെന്ന് പ്രീതിപ്പെടുത്തുവാൻ കഴിയുന്നവരാണ്. നിങ്ങൾ ഉറപ്പായും ഈശ്വരനെ വിളിച്ചപേക്ഷിക്കുക. നിങ്ങൾക്ക് വരുന്ന സങ്കടങ്ങളും ദുരിതങ്ങളും ശത്രുവിനെയും എല്ലാം തന്നെ നിങ്ങൾ സർവേശ്വരൻ്റെ മുമ്പിൽ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ സർവേശ്വരൻ നിങ്ങൾക്ക് പ്രതിവിധി ചെയ്തു തരുന്നതായിരിക്കും. അതിനുള്ള ശരിയായ വഴികൾ തുറന്നു തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ശത്രുവിനെ ഓർത്തോ, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഓർത്തോ, നിങ്ങളുടെ പ്രതിസന്ധികളെ ഓർത്തോ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ ഉറപ്പായും നിങ്ങൾ വിശ്വസിക്കുന്ന സർവേശ്വരനെ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങൾക്ക് നല്ല വഴികൾ തെളിച്ചു തരുന്നതായിരിക്കും.